സുനാമി ദുരന്തത്തിൽ വീടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചെങ്കിലും താമസിക്കുന്ന വീടുകളിൽ ഇപ്പോൾ ആളുകൾ ദുരിതത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിലെ സുനാമി കോളനിയിൽ 38 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വീടുകളെല്ലാം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം അധികൃതർക്ക് പരാതി നൽകി. പക്ഷേ പരിഹാരം ഇതുവരെ ആയിട്ടില്ല. കുമ്പള പഞ്ചായത്തിലെ സുനാമി കോളനിയിലെ എല്ലാ വീടുകളിലും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്നല്ലേ? ഇത്തരത്തിൽ വലിയൊരു ഡ്രം ഓരോ മുറികളിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഡ്രം മാത്രമല്ല, 3-4 ബക്കറ്റുകളോളം ഇത്തരത്തിൽ ഓരോ മുറിയിലും ഉണ്ടായിരിക്കും. കാരണം എന്തിനാണ് ഇത് എന്നല്ല, ഒരു സംശയം ഉണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, ഇത്തരത്തിൽ മഴക്കാലമാകുന്നതോടുകൂടി ഓരോ വീടുകളും ചോർന്നൊലിക്കാൻ വേണ്ടി തുടങ്ങും. ഭയങ്കര ചോർന്നൊലിക്കലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരത്തിലൊരു ഡ്രം ഓരോ മുറികളിലും കരുതിയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വളരെ വലിയ മഴയുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു ഏകദേശം ഒരു ഭാഗത്തോളം ഇത്തരത്തിൽ ഈ ഡ്രമ്മിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു അപകട ഭീഷണിയിലൂടെയാണ് ഓരോരോ വീടുകളും കടന്നു പോകുന്നത്. അമ്മേന്റെ വീടാണോ? എന്താ ഈ ഡ്രമ്മൊക്കെ വെച്ചിരിക്കുന്നത്? ഡ്രമ്മിൽ ഫുള്ളാന്ന് അത് കോരി കളഞ്ഞിട്ട് സോളർ വരുന്നില്ല. കൈന്റെ സോളർ വേദനയായിട്ട് അത്ര നിർത്തിയതാ. ഇത് ഭയങ്കര ചോർന്നൊലിക്കലാന്ന് തോന്നുന്നു. ഭയങ്കര ചോർന്നിട്ട് കിടക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, വെച്ച് തിന്നാൻ സ്ഥലമില്ല. ഒരു റൂമേ ബാക്കിയുള്ളൂ, അതിൽ ഞങ്ങളുള്ള ആൾ കിടക്കുന്നു. ബാക്കിയെല്ലാം മക്കള് റൂം വാടക പോയിന്, വാടക കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പരാതി കൊടുത്തോ? പരാതി 100 പ്രാവശ്യം കൊടുത്തു, ഒന്നും മറുപടിയില്ല. എന്താണ് ഉമ്മേന്റെ വീട് തന്നെയാണോ? ഇങ്ങനത്തെ വീട് തന്നെ നമ്മൾക്ക് ചോരുന്ന തന്നെ വെള്ളം. ചെറിയ 3 കുട്ടികളും ഞാനും ഉണ്ട്, എൻ്റെ മരിയോളും. 38 വീടുകളും ചോർന്നൊലിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇവർ പല പ്രാവശ്യം വില്ലേജ് ഓഫീസർ വരുന്നുണ്ട്, ബന്ധപ്പെട്ട അധികാരികൾ വരുന്നുണ്ട്, വന്ന് കണ്ട് തിരിച്ചു പോകുന്നില്ല. അതായത് ഇതിനൊരു കൃത്യമായ പരിഹാരമില്ല. നിങ്ങൾ പരാതി കൊടുത്തിട്ടും പരിഹാരമില്ല. അതായത് ഇവിടുത്തെ ഈ നിവാസികൾ എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇവർ പോയി ആവശ്യങ്ങൾ പറയുമ്പോൾ ഇവർ വരുന്നുണ്ട്, ഈ മഴക്കാലത്ത് സംഘടനയൊക്കെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. അതിനൊരു പരിഹാരമാണ്. അതിനേക്കാളും വലിയ അപകടകരമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവരെ ഒരു ഗട്ടർ സംവിധാനമുണ്ട് ഈ 38 വീടുകളിൽ. പിന്നെ കച്ചറ വെള്ളങ്ങൾ പോകുന്ന ഒരു ഓവുചാൽ. പക്ഷെ അതിന് കൃത്യമായൊരു ക്ലീനിങ് കഴിഞ്ഞ 8-10 വർഷമായിട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ പൊട്ടിയൊലിച്ച് പുറത്തേക്കാണ് വരുന്നുള്ള ഒരു അവസ്ഥ ഉള്ളത്. ഇവരെന്നെ സൈ കെട്ടി ഇവരെന്നെ ചില സമയത്ത് ക്ലീൻ ചെയ്ത് അടച്ചു വെക്കുന്ന അവസ്ഥകളുണ്ട്. അത് ഇവർ കുടിക്കുന്ന ഒരു കിണറുണ്ട്, ഇവർക്ക് എല്ലാവർക്കും പൊതു കിണർ. അതിലേക്കാണ് ഈ കച്ചറവെള്ളം മുഴുവനും പോയി വീഴുന്നത്. അതുപോലെ ഇവരെ വീടുകളിലേക്ക് കച്ചറവെള്ളം കയറുന്നുണ്ട്. അതിൻ്റെ ഭാഗം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക് മഞ്ഞപ്പിത്ത രോഗപ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ചോർന്നലിക്കുന്നതിനോടൊപ്പം വലിയൊരു ആരോഗ്യ പ്രശ്നം കൂടി ഇവിടെ നേരിടുന്നുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ പേടിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ഏകദേശം 38ഓളം വീടുകൾ സമീപ പ്രദേശത്തുണ്ട്. ഒപ്പം തന്നെ 16 വർഷത്തോളമായി ഈ വീടുകളെല്ലാം കെട്ടിയിട്ട്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരെല്ലാവരും ഇത്തരത്തിലൊരു ചോർന്നൊലിച്ച വീടുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേൽക്കൂരയുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. ഓരോ വീട്ടിലും ഇത്തരത്തിൽ ഡ്രം വെക്കേണ്ട അവസ്ഥ വരുന്ന ഒരു സാഹചര്യം എത്ര ഭയാനകമാണല്ലോ. എന്തായാലും ഈ ഒരു പരാതി നൽകിയിട്ടും വേണ്ടത്ര പരിഹാരം ഇല്ലെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.